സൈഡിൽ നിന്ന് വേറെ മെക്കാനിക്കൽ സപ്പോർട്ട് വേണം കേട്ടോ. അയ്യോ ചത്തേനെ. നിങ്ങൾ വല്ലതും കണ്ടോ? തവള തവള. ഹായ് മച്ചാന്മാരെ, മൈ ഡ്രീം വേൾഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. പറയും. സ്വാഗതം. അപ്പൊ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് മാംഗ്രോവ് വില്ലേജ് അഡ്വഞ്ചേഴ്സിലേക്കാണ്. വിഷ്ണുവും നമ്മുടെ കുറേ കൂട്ടരന്മാർ ഇവിടെ വന്നിട്ടുണ്ട്. അവർ അനുഭവങ്ങളെല്ലാം നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ വന്ന് എനിക്ക് എന്താണ് ഇവിടെ കലാപരിപാടികൾ, എന്തൊക്കെയാണ് ഇന്നത്തെ പരിപാടികളൊന്നും എനിക്കറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം, കൂട്ടത്തിൽ നിങ്ങളെയും കൂട്ടാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ റിലാക്സ് ആകാൻ പറ്റിയ പല പല കാര്യങ്ങളുണ്ട്. നമുക്ക് ഇങ്ങനെ കിടന്ന് ആടാം, നല്ല സുഖമാണ്. ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളിനകത്തൊക്കെ ഇങ്ങനെ കുറച്ച് അഡ്വഞ്ചർ പരിപാടി ഇട്ടൊക്കെ ഇങ്ങനെ പോകുന്നില്ല. ഈ താഴെ ഇത് മാറി അങ്ങനെ പൊട്ടി നിന്നിട്ട് തടയാൻ പറ്റും. നമ്മളിങ്ങനെ കയറിയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാനാന്ന് തോന്നുന്നു. തെന്നി ഇറങ്ങണം. നടുക്ക് ഇവിടെ വീടല്ലേ, ഇങ്ങോട്ട് വീടല്ലേ. എനിക്ക് എന്തോ പേടി പോലെ തോന്നുന്നു. ഞാൻ ഇറങ്ങുന്നില്ല കേട്ടോ, ഞാൻ തിരിച്ചിറങ്ങുന്നു. തിരിച്ചിറങ്ങാൻ വളരെ എളുപ്പമാണ്. ഇത് ഇടയ്ക്ക് കാല് പോകുന്നു. ഒഴുകി ഇറങ്ങി കഴിഞ്ഞാൽ എല്ലാം കൂടെ കീറി പോകും. പോലെ തോന്നുന്നു. നട്ടും ബോൾട്ടൊക്കെ ഉണ്ട് അതിനകത്ത്, കീറിയൊക്കെ പോകും. വളരെ രസമുള്ള കാര്യമാണ്. വരിക, എൻജോയ് ചെയ്യുക. ഓക്കെ, ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പക്ഷേ ഇത് എന്തൊക്കെയോ ജാക്കറ്റൊക്കെ ഇടണം. അത് ഇവിടെ അതിൻ്റെ ആളെ കാണാത്തത് കൊണ്ട് മതിൽ കയറാൻ പറ്റുമെങ്കിൽ പിന്നെ കയറാം. പിന്നെ അതുപോലെ തന്നെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ചാടാനും ഓടാനും അങ്ങോട്ട് പറയാനും ഇങ്ങോട്ട് പറയാനും ഊഞ്ഞാലും ചാടാനും ഒക്കെ ഉള്ള കുറേ പരിപാടി ഉണ്ട്. അപ്പോൾ എന്തോന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. ജസ്റ്റ് അങ്ങോട്ട് വന്നതേ ഉള്ളൂ, ഇതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. സംഭവം കൊള്ളാം. പിന്നെ ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് കയാക്കിംഗ് ആണ്. പിന്നെ വേറെ ഉള്ളത് സ്റ്റേ ഉണ്ട്. ഇവിടെ സ്റ്റേ ഉണ്ട്. പിന്നെ അഡ്വഞ്ചർ, കുറെ അഡ്വഞ്ചർ ഉണ്ട്. ബഗ്ഗി റൈഡിങ്, ഫ്രണ്ട്സുമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ചില്ല് ചെയ്യാൻ പറ്റുന്നൊരു ഏരിയ കേട്ടോ. ബഗ്ഗി റൈഡിങ് ഉണ്ട്. പിന്നെ ഫുട്ബോൾ ഉണ്ട്, സ്നോ ഫുട്ബോൾ. എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് വരും നോക്കാം. വന്നിട്ട് എന്താണ് മീനു നിനക്ക് പറയാനുള്ളത് ഇവിടെ സ്ഥലങ്ങൾ കണ്ടിട്ട്? നല്ല സ്ഥലം. ആ ബാക്കിയുള്ള നിങ്ങൾ നാടുന്നുണ്ട്. കയക്കിന് പോയില്ലല്ലോ. ആലിയില്ല കണ്ണനുറങ്ങീണം, കണ്ണും പൂട്ടിയൂ കണ്ണടക്കണം, കണ്ണും പൂട്ടിയുറങ്ങീണം. പാപ്പം കൂടെ എനിക്ക് ജനിക്കാതെ പോയ ഉണ്ണിയാണ്. നമുക്ക് ജനിക്കാതെ പോയി ഹരിചന്ദന മഴയിലെ മധുവ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ കലാപരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടിംഗ് ആണ്. ബോട്ടിങ് പോയതിന് വന്നതിന് ശേഷമാണ് ബാക്കിയുള്ള കലാപരിപാടികൾ. അപ്പോൾ നമുക്ക് ബോട്ടിങ് എടുക്കാൻ കൂടെ നിൽക്കാന്ന് പറഞ്ഞ ആളാണ്. പക്ഷേ ഇവിടെ ഒരു കുഞ്ഞിനെ കിട്ടിയപ്പോഴത്തേക്ക് ബ്ലോഗും ഇല്ല, ഒന്നുമില്ല. തക്കര കുഞ്ഞിനെ പിടിച്ചോണ്ടിരിക്കുക അവള്. ബോട്ടിൽ കയറാനുള്ള ടീമുകളെല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. ഹരിക്കോട്ടനാണ് ചുക്കാൻ പിടിക്കുന്നത്. ബാക്കി എല്ലാ ടീമുകളും താണ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ കെട്ടിയോളം എന്ത് ചെയ്യുന്നു എന്തോ. ഉണ്ട്. ഓക്കെ എന്നാ കഷ്ടം പാവം. അപ്പം എന്താണ്ട് അതിൻ്റെ ഫസ്റ്റ് വെടിയായിട്ടുള്ള എല്ലാവരും എന്താ പറയുക, സെക്യൂരിറ്റി കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്തിട്ടുണ്ട്. ജാക്കറ്റ് എല്ലാവരും ഇട്ടിട്ടുണ്ട്. ഓക്കെ, എല്ലാം സെറ്റാണ് കേട്ടോ. എല്ലാവരും ടൈറ്റ് ചെയ്തു സെറ്റാക്കുന്നുണ്ട്. എവിടെ പോന്?
ആരറിഞ്ഞു? അപ്പൊ നമ്മള് ബോട്ടിങ് പോവാണ്. അവിടെ ഇവിടെ ആ ഞങ്ങള് വേറെ അച്ഛനമ്മ എല്ലാരും വേറെ ബോട്ടിൽ. ഓക്കെ, ഹായ്യാ. ഒരു ഓളം ഇല്ല. ഹായ്, എവിടെ പോവാ? കറങ്ങാൻ പോകുന്നു. ഓക്കെ, നിങ്ങളെ പറയും. ഇപ്പം ഇവർ ഇത്രയും പേര് ഈ ബോർഡിലാണ് വരുന്നത്. ഞാനും വിഷ്ണു ഒക്കെ നമ്മൾ വേറെ ബോർഡിലാണ്. നമ്മൾ എവിടെയാ പോകുന്നത്? സ്പീഡ് കൂടുതലുള്ളതാണ്. ഞങ്ങൾ ഇച്ചിരി ടാസ്ക് ഉള്ള സംഭവങ്ങൾ ഞങ്ങൾ എടുക്കാറുള്ളൂ. യെസ്. അപ്പോൾ അതാണ് നമ്മൾ ബോട്ടിൽ നിന്ന് യാത്ര തുടങ്ങുവാണ്. വിഷ്ണു ഉണ്ട്, നമ്മുടെ ടീം ഇതാണ്. ഗേൾസ് എല്ലാം അവിടെ പോയിട്ടുണ്ട്. ഒരു ഗേൾ മാത്രമാണ് ഇവിടെ കുത്തിരിപ്പുണ്ട്. എന്താണെന്നറിയാൻ വയ്യ. അത് ഞങ്ങളുടെ ഗ്യാങ്ങിലാണ് അവളെ കയറ്റിയേക്കുന്നത് കേട്ടോ. അതേ നമ്മളെ ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്ത് എങ്ക പോറേ പക്ക പക്ക ബൈ കൊക്കച്ചോ. ഇത് നോക്കേ, നല്ല തക്കട് മുണ്ടന്മാര്. അതിവാശിയുടെ സ്പീഡാണ് കണ്ടോണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ പറന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പറഞ്ഞു തരണമെന്ന് അറിയില്ല. അതാ തിരിഞ്ഞും പറഞ്ഞൊക്കെ നമ്മളോട് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒടുക്കം എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇതേ കണ്ടൽക്കാടിൻ്റെ അടുക്കത്തൂടെ കയറി ഇതേ പുറത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇനിയുള്ള കാര്യങ്ങൾ എന്താവും എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഇഷ്ടം പോലെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും കുറച്ചും കൂടെ ഒക്കെ നല്ല രസമുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു എക്സ്പീരിയൻസ്. കാക്ക വിചാരിച്ചാൽ ഇപ്പോൾ നമുക്കൊരു പണി കിട്ടും. അപ്പോൾ ഈ ഒരു സ്ഥലം വളരെ മനോഹരമായ ഒരു സ്ഥലം. ഈ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ നിന്ന് ബ്രീത്ത് എടുക്കുക. ഒന്ന് കുറേ നേരം അങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ബ്രീത്ത് ഈസി, നല്ല നല്ല ഓക്സിജൻ്റെ കണ്ടന്റ് കൂടിയ ഒരു ഏരിയ ആണെന്നാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ നമ്മളത് ആസ്വദിച്ച് പോകുന്നു. വളരെ മനോഹരമായിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഒരു കവാടം കഴിഞ്ഞത് പുറത്തേക്ക് എത്തുവാണ് കേട്ടോ. നമ്മൾ വീണ്ടും അടുത്തൊരു കവാടത്തിനുള്ളിലോട്ട് കയറും കേട്ടോ. എടുക്കുന്ന എല്ലാം ഒരേ ഫോർമാറ്റിൽ എടുക്കാവൂ, പല എടുക്കരുത്. കയാക്കിങ് നമ്മൾ ചെയ്യുന്നെങ്കിലും ജസ്റ്റ് അതിനുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും ഇവിടെ നിന്ന് തന്നെ കിട്ടും കേട്ടോ. അതനുസരിക്കുകയെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. കൂട്ടത്തിൽ ഇത്ര നേരം ഇല്ലാത്തതായിട്ടുള്ള ആ ഒരു വ്യക്തി ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് പേരെന്തോ മറന്നു, എൻ്റെ ചങ്ക ഫ്രണ്ടായിരുന്നു. കാർത്തിക് സൈഡിൽ നിന്ന് വേറെ മെക്കാനിക്കൽ സപ്പോർട്ട് വേണം കേട്ടോ. അപ്പൊ എന്തായാലും നമ്മള് ഒരു പോത്തുമുട്ട മേടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇവർക്ക് പണ്ട് തൊട്ടേ എന്റെ വ്ളോഗ് കണ്ട സമയം തൊട്ടേ നമ്മൾ അപ്പൂനെ കണ്ട് ശീലിച്ചാണ്. അപ്പൊ നമുക്ക് ആ ഒരു വിഷമം കൊണ്ട് പോത്തിനെ വേണം നോക്കുന്നത്. ഏത് പോത്ത വേണ്ട? മുറ വേണോ, നാടൻ വേണോ, പാണ്ടി വേണോ? എനിക്ക് മുറ അറിഞ്ഞൂടാ, നാടനെ അറിഞ്ഞൂടാ, പാണ്ടി അറിഞ്ഞൂടാ. ഒരു പോത്തുണ്ടെന്നും കൂടെ ഇറങ്ങുന്നില്ലേ? പിടിക്കാന്നോ? ഞങ്ങൾ കയാക്ക് പോണേ. കയ്യിലിരുന്ന കൊച്ചു പെട്ടെന്ന് താണ്ട് വലുതായിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് കിട്ടിയതാണ് ഇതിന്. വലുതായിട്ടുണ്ട്. എടുത്ത് നടന്നോ? താമര അതാ എടുത്തോണ്ട് നടക്കുന്നു. ഞങ്ങള് കലാപരിപാടി തുടങ്ങാൻ പോവാണ്. ഇത് ഇട്ടുകൊണ്ട് ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കാൻ വലിയ പാടാണ്. നമ്മുടെ ഫുൾ ടീമുണ്ട്. ഞങ്ങൾ 2 ടീമാണ്, ബ്ലൂ ആൻഡ് ബ്ലൂ.
എല്ലായിടത്തും ആവും. ബ്രോ അവിടുത്തെ ഗോളിയാക്ക്. ബ്രോ ആ ബോൾ ഇതിന്റെ സെന്ററിൽ കൊണ്ട് ആ ഓറഞ്ച് ഇതില്ലേ റൗണ്ട്. ബ്രോ വെയിറ്റ് Oh God, God. Come on. No, mar. Marra. അയ്യോ ചത്തേനെ. നല്ല ഷോട്ട് കിട്ടിയോ? ഫോട്ടോ അഞ്ചാറ് വീടിന്റെ എങ്ങനുണ്ട്? അങ്ങോട്ട് ചെല്ലുമ്പോ പഠിച്ചോളും. ഞാൻ പോയിട്ടുണ്ട്. ഇവിടെ അല്ല, ചിക്കമംഗ്ലൂര്. ഞാൻ പിടിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല പിടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ കുഴപ്പമില്ല, അറിയാം.
പ്രതീക്ഷയില്ലയോ? ജസ്റ്റ് സ്കൈ നോക്കി എടുത്ത് കാലം ലിഫ്റ്റ് ചെയ്താൽ വളരെ മനോഹരമായി ഞാനാണെ രക്ഷിക്കാൻ പോയതാ. ഓനോടെ ഒടുക്കത്ത നീന്തലുകാരൻ. ഇപ്പറിട്ടെ അവരെ കേട്ടുന്നൊരു വീഡിയോ ഇപ്പറിട്ടാ മതിയായിരുന്നു. പിടിച്ചോ കൗതുകം ലേശം കൂടുതലാ. റിവേഴ്സ് ഇട് ബ്രോ. ക്യാമറ പിടിച്ചേ. ഇത്രമാത്രം പേടിയുള്ള വ്യക്തിയാണ് ശരത്തെന്ന് പുല്ലക്കാർ അറിഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ദൈവനെ കണ്ടോ? തക്കുട് വാവയെ പോലാണ് നമ്മുടെ ശരത്ത് നടന്നു വരുന്നത്. ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കഴിഞ്ഞ എന്തുവാണ് എക്സ്പീരിയൻസ്? ഞാൻ പോയില്ലല്ലേ? ഓക്കെ. എന്നാ പൊന്നെ, അങ്ങനെ ബനാന എന്തോടി ആ അതന്നെ ഇതെല്ലാം കഴിഞ്ഞു. നാട്ടെ ഞങ്ങൾ ഫുഡ് അടിക്കാൻ വേണ്ടി പോവാണ്. നിങ്ങളിവിടെ വരണം. അത് വരണമെന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളിത് ഞാൻ ലാസ്റ്റ് പറയാം. മൊത്തം ഞാൻ കാണും, എന്നിട്ട് വേണമെങ്കിൽ പറയാം. നമ്മുടെ കൊടുക്കും അല്ലേ? മൊത്തം ഒരു കാണും. എന്റെ കോലം പറഞ്ഞൂടെ, ഞാൻ വളരെ നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്തു. വേറെ ലെവലാണ് ഇത്. അല്ല ഇത് എങ്ങനെയാ പറഞ്ഞു കൊടുക്കുക? ബാക്കി കൂടെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് പറയാം. ഓക്കെ, ഞാൻ വല്ല കഴിക്കട്ടെ. പറയാം. കൈ കഴുകാൻ വരുന്ന ആൾക്കാരെ നമുക്ക് നോക്കാം. ഹരി, ശരത്ത്, വിഷ്ണു. പണയം വെക്കാൻ തരുമോ? ഇല്ല. ഓക്കെ. വാഴക്കുട്ടി, മീനു, ഭീമമോള്, 4നും ലോകവട്ട്. ആദ്യം ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ഇതിനകത്തൂടെ ഇങ്ങനെ നടക്കണം. അതാണ് അവർ. പിന്നെ എൻ്റെ പെണ്ണും പിള്ളയും നമ്മുടെ ഭീമാക്കാരും കൂടെ ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കിൾ വിട്ടുന്നത് യാത്രയാണ്. എനിക്ക് ആൾക്കാരെ കേട്ട് ചാടല്ലേ? സൈക്കിൾ ചവിട്ടണം. ലൈസൻസ് ഉണ്ടോ? ചവിട്ടിയാൽ മുമ്പോട്ട് പോകും. റിവേഴ്സ് ചവിട്ടിയാൽ പുറകോട്ട് വരത്തില്ല. ഞാൻ ചവിട്ടി പോകും. സെറ്റ്. ചവിട്ട്. 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 സ്പീഡ് പേടിയുണ്ടോ? ഭീമയ്ക്ക് സ്പീഡ് പേടിയുണ്ടോ? നീ തിരിച്ചു വേണം. നീ പോകാൻ പറ്റത്തില്ല. തിരിച്ച് റിവേഴ്സ് വിട്ടണം. ആ ഇല്ലേ? വാഴക്കുട്ടി തോപ്പിച്ചില്ലേ? വിഷമമുണ്ടോ? വാഴക്കുട്ടി എങ്ങനെയുണ്ട്?
ഇതിലാ വാഴക്കുട്ടി ഇതോ അപ്പുറത്തൊക്കെ ചെന്ന് ഒഴിക്കാൻ പോയി. ഗൂഗിൾ എവിടെ? വാഴക്കുട്ടി ഇവിടെ എത്തി. ഇവിടെ നെക്സ്റ്റ് ലെവൽ ഉടുപ്പൊക്കെ തന്നു. അതൊക്കെ സിക്സ് പാക്ക് ഒക്കെ കാണിക്കുന്നു ഗൂഗിള്. ചെന്ന് കാണിച്ചു വിടാ. സിക്സ് പാക്കാ? എന്നാ സിക്സ് പാക്ക് ഒന്ന് കാണിച്ചാലേ. സിക്സ് പാക്ക് ശരിയാക്കാൻ നോക്കുന്ന ഗൂഗിൾ. ആയിക്കോട്ടെ, അടുത്ത സ്റ്റെപ്പ്. അവന്റെ അടുത്ത റൗണ്ട് പോവാ സൈക്കിള്. അജീഷന്റെ മോട്ടിവേഷൻ കൊടുക്ക്. You can. ഇങ്ങോട്ട് നോക്ക് ഭീമ. പെടുവേ മീൻ വെട്ടുന്നില്ലേ പൊട്ടിയിരിക്കുവാണ്. താണ്ടെ താഴെ വെച്ചേക്കുവാണ്. ഓക്കെ എന്നാ ഐഷണ്ണ. പക്ഷെ സേഫ്റ്റി, ഇറ്റ്സ് ഫോർ സേഫ്റ്റി. ബെൽറ്റില്ലാത്ത നല്ലത്. ബെൽറ്റില്ല ഞാൻ അവിടെ ഇവിടെ ഒരു ബെൽറ്റില്ല. ചവിട്ടി കറക്കാനല്ല പറഞ്ഞാൽ ഇങ്ങനെ കാര്യം വെക്കണം. ഇങ്ങനെ ഇപ്പുറത്തേക്ക് വിട്ടെ. ആണ് ഇങ്ങനെ ഞാൻ ഇങ്ങനെ അങ്ങോട്ട്. ആ നീ കാല് വെക്കെ, വലത്തെ കാല്. അത് എന്റെ കൊണ്ട് വെക്കാൻ. എടാ നമ്മളാണ് ഞാനതുണ്ടോ നമുക്കൊക്കെ വലിയ ഹരി. കാലി കാലി കാലി. അയ്യോ ഇത് ഞാൻ പോണക്ക് പോയില്ല. ഇത്ര ഉള്ള അയ്യോ ഞാൻ പോണത് പോയില്ല. ഞാൻ പോയത് ഈ ഒറ്റ പോക്കാൻ പോയി. അടുത്തതായി കയറാൻ പോകുന്ന ഗൈസ് ഹരിക്കുട്ടൻ. എല്ലാവരുടെയും പ്രതീക്ഷകൾക്ക് മുമ്പിൽ ഹരിക്കുട്ടൻ തന്റെ കഴിവുകൾ തെളിയിക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. പേടിക്കണ്ട, ദേണ്ട് കറിക്കോ. ഞാനുണ്ട്, മീനുണ്ട്. ദേണ്ട് മീനു പറ. ഓക്കെ കമാൺ. അധികാര പിറവികളുടെ രൗദ്രഭാവങ്ങളും. നമ്മുടെ ഹിന്ദു സംസ്കാരം അനുസരിച്ച് ഗരുഡൻ തൂക്കാണ് നടക്കുന്നത്. ഹരിക്കുട്ടനെ പൊക്കാൻ പോവാണ്. ഹരിക്കുട്ടൻ പറക്ക്. എങ്ങനെയാണ് കീ പറക്കുന്നത്? ഇപ്പൊ ഈ ലെവൽ നമുക്ക് പിടിക്കാം. ഈ ലെവലിലാണ് ഹരിക്കുട്ടൻ പൊക്കാൻ പോകുന്നത്. ഓക്കെ മതിയെന്നാണ് പറയുന്നത്. ജാം അടിച്ചു ഹരിക്കുട്ട. അയ്യേ
അയ്യോ എക്സ്പീരിയൻസ് പറ. എന്തോ എങ്ങനെ സൂപ്പർ? താഴോട്ട് നോക്കല്ലേ, ബാക്കി എല്ലാം ഓക്കെ. അടിപൊളിയായിരുന്നോ? കിണ്ണയായിരുന്നോ? രക്ഷല്ലേ? വെയ്യ അവനോട്ടോ, അവന് വെയ്യ എന്നാ വെയ്യ. അടുത്തതായി നമ്മുടെ ഭീമയാണ് ഈ ഒരു കാഴ്ച പങ്കുവെക്കാൻ പോകുന്നത്. ഭീമയ്ക്ക് എന്താ പറയാനുള്ളത്? ഓക്കെ ഗൈസ്, ഭീമ കേൾതി പോകാൻ പോവുകയാണ്. അടുത്തതായി കൊട്ടാരക്കര മണ്ണിന്റെ ചെറുക്കനായ കാർത്തികാണ് ഇതില് പങ്കെടുക്കുന്നത്. നമുക്ക് നോക്കാം. എല്ലാവരുടെ കാലടിയും കുഴപ്പമില്ല. അച്ഛന്മാരെ ഞങ്ങൾ പോവാണ് മരണക്കണം. ഇതിനങ്ങനൊന്നുമില്ല. എല്ലാവരും തലയിരിച്ച് വെച്ച് കറക്കാനായി. നാളെ തൊട്ട് 2 ബിയർ പറയടി. സമ്മതിച്ചില്ലെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടോ? ലജ്ജാവതിയുടെ ഉത്ഭവം അയ്യോ അപ്പച്ചി പണ്ടങ്ങാണ്ട് പഠിക്കാൻ മണിക്കൂരെ മാവില് 10 പണ്ടങ്ങാണ്ട് ഏതോ അടുത്ത് മേടിക്കാതിരിക്കാൻ വേണ്ടി പറയാട്ടോ. വേറെ പാട്ടോടെ അത് മേടിച്ചു നോക്കി. ഞാൻ പെണ്ണാണ് വന്നത് എന്താ തോന്നുന്നു? ഐശണ്ണ എങ്ങനെ ഉണ്ടായിരുന്നേ? എന്ത് എവിടാ? അയ്യോ ഐശണ്ണ നൈസായിരുന്നു, വിയർത്തിരുന്നു. എന്നോട് കണ്ണിൽ പൊടിയും. ആരൊക്കെയോ വിഷ്ണുവിന്റെ കാലിൽ കയറി ചവിട്ടിയത് ഞങ്ങൾ കാലിട്ട് ചവിട്ടാന്നെല്ലാം വളരെ നല്ല നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ആ ഒരു ഒരുപാട് എന്താ പറയുക, ഒരുപാട് അഡ്വഞ്ചർ രീതിയിലുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ അതുപോലെ തന്നെ അവിടെ അതേ പേരിൽ തന്നെ പല സ്ഥലങ്ങളിലും പല രീതിയിലുണ്ടെങ്കിലും ഇതാണ് കേട്ടോ മെയിനായിട്ട് നമ്മൾ പോയതിൻ്റെ ഉദ്ദേശവും തന്നെ മെയിൻ ഇതാണ്. അപ്പോൾ അവിടെ ചെല്ലുക, ഫുൾ എൻജോയ് ചെയ്യുക, കുറേ അഡ്വഞ്ചർ. അതുപോലെ തന്നെ എന്തോ നീ പറഞ്ഞ മറന്നുപോയി. പിന്നെ റോക്കറ്റ്, പിന്നെ നമ്മുടെ ബനാന റൈഡ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. സംഭവം അടിപൊളിയായിരുന്നു, വേറെ ലെവലായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളും ചെല്ലുക. നമ്മുടെ പരവൂരാണ് സ്പോട്ട് വരുന്നത്. അവിടെ പോയി ആരുടെ ചോദിച്ചാലും നിങ്ങൾക്ക് ലൊക്കേഷൻ കിട്ടും. പിന്നെ ഗൂഗിളിൽ ലൊക്കേഷൻ ഉണ്ട്. പൂവ് അടിച്ച് വിളിക്കാം. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പം പുതിയ പുതിയ വിശേഷങ്ങളായി മറ്റൊരു വീഡിയോ കാണാം. ഇതെന്താ പറയുക, ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം അന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. പുതിയൊരു വിശേഷമായി മറ്റൊരു വീഡിയോ കാണാം. ബൈ.